നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ്. ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ്, അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ട്രേഡ് ചെയ്യുക. നല്ല വൊളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ആദ്യം US മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US യൂറോപ്യൻ മാർക്കറ്റുകളുടെ ഫ്യൂച്ചേഴ്സ് നല്ല പോസിറ്റീവിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ മെയിൻലാൻഡ് ചൈന CSI 300 തുടർച്ചയായ 5ാമത്തെ ദിവസവും പോസിറ്റീവിൽ തന്നെ നിൽക്കുന്നു. കൂടാതെ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ 2% മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാർക്കറ്റ് 1% അടുത്ത നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 40 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഈ പറഞ്ഞ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഓൾ ടൈം ഹൈ, ഇന്നലെ ടച്ച് ചെയ്ത ഓൾ ടൈം ഹൈ ഇന്ന് തിരുത്തപ്പെടും. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഏറ്റവും സുപ്രധാനമായ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 30 സെബിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കാനിരിക്കുന്നു. F&O നിയമങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ഒരു ദിശ കൂടി തീരുമാനിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും സെപ്റ്റംബർ 30. മറ്റൊരു സുപ്രധാനമായ വാർത്തയുള്ളത്, കഴിഞ്ഞ ജൂലൈയിൽ UPയിൽ ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് കുറച്ചിരുന്നു. ഇതുവഴി മാരുതി സുസുക്കി വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു ആ സമീപ ദിവസങ്ങളിൽ. ഇത്തവണ കർണാടക ഗവൺമെന്റ് സമാനമായ ടാക്സ് കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഏത് കമ്പനികൾക്കാണ് അതിന്റെ നേട്ടം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ നമ്മളൊരു ലൈക്ക് ടാർഗറ്റ് നൽകിയിരുന്നു, അത് അച്ചീവ് ചെയ്യാനും സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് 150 ലൈക്സ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം സെബിയുടെ ബോർഡ് മീറ്റിംഗ് സെപ്റ്റംബർ 30 നടക്കാനിരിക്കുകയാണ്. ഏറെക്കാലമായി F&O വിപണിയിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ സെബി ഒരുങ്ങുകയായിരുന്നു. അതിനുള്ള ധാരാളം മീറ്റിങ്ങുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി സെപ്റ്റംബർ 30 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ F&O വിപണിയിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിലായിരിക്കും സെബി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ബോർഡ് മീറ്റിംഗിൽ ശ്രദ്ധയിലുണ്ടാകുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാമായിരിക്കും. അഡ്വൈസറി മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ള പുതിയ നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഫോക്കസിലുണ്ടായിരിക്കും. അടുത്തത് മ്യൂച്വൽ ഫണ്ടുകൾ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ്, PMSകൾക്കിടയിൽ സാധ്യമായ ഒരു പുതിയ നിക്ഷേപ ഓപ്ഷൻ. ഏതായാലും F&O സെഗ്മെന്റ് തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സമീപകാലങ്ങളിലായിട്ട് സെബി തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത് 90%-ലേറെ F&O സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുന്ന നിക്ഷേപകർ നഷ്ടത്തിലാണ് എന്നത് തന്നെയാണ്. ഏതായാലും F&O സെഗ്മെന്റിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കുമോ എന്ന് നമുക്ക് അന്നത്തെ മീറ്റിംഗിന് ശേഷം അറിയാം. മറ്റൊരു വാർത്തയുള്ളത്, ഉത്തർപ്രദേശിൽ ഹൈബ്രിഡ് കാറുകളുടെ ലെവി കുറച്ചത് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കർണാടകയിലും ഹൈബ്രിഡ് കാറുകളുടെ ലെവി കുറയ്ക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുന്നു. വാർത്ത ഇപ്രകാരമാണ്: ഹൈബ്രിഡ് കാറുകൾക്ക് നികുതി വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ക്ലീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നികുതി വെട്ടിക്കുറയ്ക്കാനും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സംസ്ഥാനം ആലോചിക്കുന്നു. ഹൈബ്രിഡ് കാറുകളുടെ റോഡ് നികുതിയും രജിസ്ട്രേഷൻ ഫീസും ഉത്തർപ്രദേശ് ചെയ്തതിന് സമാനമായി കർണാടക 13 മുതൽ 18% നിന്ന് കുറഞ്ഞ നിരക്കിലേക്ക് കുറച്ചേക്കും എന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ ഇലക്ട്രോണിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഫാക്ടറികൾ, ഭൂമി, യന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിക്ഷേപങ്ങളിൽ 25% വരെ ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ കൂടിയൊന്ന് നോക്കാം. ആദ്യം ടൊയോട്ട, ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമർ രാജ ബാറ്ററീസ്, ബോഷ്, മദർസൺ സുമി സിസ്റ്റംസ്, ടാറ്റ പവർ, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ കമ്പനികളാണ്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അനുമതി നടപടികൾ ലഘൂകരിച്ച് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ എളുപ്പത്തിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇന്ത്യൻ സർക്കാർ ഒരുക്കാൻ ആലോചിക്കുന്നു. റീറ്റെയിൽ, ഇ-കൊമേഴ്സ് തുടങ്ങിയ വലിയ മേഖലകളിൽ അവർ കൂടുതൽ വിദേശ നിക്ഷേപം അനുവദിച്ചേക്കാം. ഈ ഗെയിമിംഗ് കമ്പനികളിൽ 100% വിദേശ ഉടമസ്ഥാവകാശവും നൽകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞ ഈ മേഖലകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം വേദാന്തയുമായി ബന്ധപ്പെട്ട വാർത്ത. 2025 സാമ്പത്തിക വർഷത്തിനായുള്ള 4ാമത്തെ ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനായി ഒക്ടോബർ 8 ബോർഡ് യോഗം ചേരുമെന്ന് കമ്പനി ഇന്നലെ അറിയിച്ചു. ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒക്ടോബർ 16 ആയിരിക്കും റെക്കോർഡ് തീയതിയായി നിശ്ചയിക്കുക. അടുത്തത് പോളിസി ബസാർ അഥവാ PB ഫിൻടെക് എന്ന കമ്പനിയാണ്. കമ്പനി ഹെൽത്ത് കെയർ സ്പേസിൽ പര്യവേഷണം നടത്തുന്നതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് PB ഫിൻടെക് അറിയിച്ചു. നിരവധി അഭ്യൂഹങ്ങൾ പരന്നതിനെ തുടർന്നാണ് CEO തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയത്. മറ്റൊരു കമ്പനി 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ആണ്.
4317 കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ കമ്പനി ആരംഭിച്ചു. PE ഫണ്ടുകൾ ബ്ലോക്ക് ഡീൽ വഴി ഏകദേശം 19.22% ഓഹരികളാണ് വിൽക്കുന്നത്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 768 രൂപയാണ്. അടുത്തത് ആസ്ക് ഓട്ടോമാറ്റീവ് എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർ കുൽദീപ് സിംഗ് രതി സെപ്റ്റംബർ 26-27 തീയതികളിൽ ഓഫർ ഫോർ സെയിൽ വഴി ആസ്കിലെ 6.05% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത വരുന്നു. അടുത്തത് IDFCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT IDFC ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിനെ IDFCയുമായി ലയിപ്പിക്കുന്നതിനും IDFC ഫസ്റ്റ് ബാങ്കുമായി ലയിപ്പിക്കുന്നതിനും അംഗീകാരം നൽകി. അടുത്തത് കോറമണ്ടൽ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. സെനഗൽ ആസ്ഥാനമായുള്ള റോക്കറ്റ് ഫോസ്ഫേറ്റ് ഖനന കമ്പനിയായ ബയോബോബ് മൈനിങ് ആൻഡ് കെമിക്കൽ കോർപ്പറേഷന്റെ 8.82% അധിക ഓഹരികൾ കമ്പനി ഏറ്റെടുത്തു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഹൈലൈറ്റ് സെഷനായ ലൈവ് സെഷൻ ആരംഭിക്കുന്നത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങളിൽ പല സ്റ്റുഡൻസിനും നമ്മുടെ ലൈവ് സെഷൻ ഒരുപക്ഷെ കാണാൻ സാധിക്കാത്തവരായിട്ടുണ്ടാകും. കാരണം നിങ്ങൾ പല ജോലി തിരക്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കണം, അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. അവസാന മണിക്കൂറിലെ റിക്കവറിയിൽ നിഫ്റ്റി ഇത് ആദ്യമായി 26,000-ന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. 3 ദിവസത്തെ നേട്ടത്തിന് ശേഷം മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്നലെ ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്കിന് 54,000 ഹോൾഡ് ചെയ്യാൻ സാധിച്ചു. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നലെ ഫോക്കസിലുണ്ടായ സ്റ്റോക്കുകളിലേക്ക് വന്നാൽ നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ ഫൈനലൈസ് ചെയ്തതോടെ പവർ ഗ്രിഡ് 4% ഉയർന്നു. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവ നിഫ്റ്റിയെ ഉയർത്താൻ നോക്കിയപ്പോൾ IT സ്റ്റോക്കുകളാണ് ഇന്നലെ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തത്. സ്വർണ്ണവില ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയതോടെ മുത്തൂറ്റ് ഫിനാൻസ് 3% ഉയർന്നു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് 20% ഇടിഞ്ഞു. ഡെൽറ്റ കോർപ്പ് ഡീമർജറിനെ തുടർന്ന് 4% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 26,004-ൽ 64 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ലെവലായ 26,032 ഇന്നലെ നിഫ്റ്റി അവസാന മണിക്കൂറിൽ ടച്ച് ചെയ്തിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ഇന്നലെ ഒരു വീക്ക് സ്റ്റാർട്ടാണ് നിഫ്റ്റിക്ക് ലഭിച്ചത്. എന്നിരുന്നാലും ഒരു റിക്കവറി അവസാന മണിക്കൂറിൽ ലഭിക്കുകയും ചെയ്തു. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900 അഗ്രസീവായ പുട്ട് റൈറ്റിംഗ് നടക്കുന്ന ഒരു സ്ട്രൈക്ക് അതാണ്. അപ്പോൾ 25,850 മുതൽ 25,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 26,200 മുതൽ 26,250 വരെയുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ലെവലാവാനും സാധ്യതയുണ്ട്. വീക്ക്ലി അപ്പർ ബാൻഡ് ഉള്ളത് 26,300 ലെവലിലാണ്. അതുകൊണ്ട് ആ ലെവൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 27,000 ആണ് ഇപ്പോൾ. അതിനുശേഷം 26,000 സ്ട്രൈക്കും അതിനുശേഷം 26,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,500 ആണ്. അതിനുശേഷം 25,900 സ്ട്രൈക്കും അതിനുശേഷം 25,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 26,000, 37% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണത്. എന്നാൽ കോൾ സൈഡിൽ 6% മാത്രം വർധനവാണ്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തതായി 25,950 സ്ട്രൈക്കിൽ 87% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 23% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് 26,050 സ്ട്രൈക്കിൽ 184% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 104% വർധനവ് കോൾ സൈഡിലും കാണാം. ചെറിയ ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുമുണ്ട്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഡേ ലോയിൽ നിന്നും ഒരു ഗംഭീര റിക്കവറി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടിയത്. ചൊവ്വാഴ്ച 54,000-ന് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ 54,000-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലെവൽ 55,000 തന്നെയാണ്. 55,000 മുതൽ 55,500 വരെയുള്ള ആ ഒരു ലെവലിലാണ് ചാനൽ പാറ്റേണിന്റെ അപ്പർ ട്രെൻഡ് ലൈൻ ഉള്ളത്. ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,350 ആണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. കോൾ സൈഡിൽ 54,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 54,500 സ്ട്രൈക്കും അതിനുശേഷം 56,000 സ്ട്രൈക്കുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000 ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 12.74-ൽ 4.85% ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FID ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെയും ഒരു സെല്ലിങ്ങിലേക്ക് പോയി. 974 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1779 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി വരുന്ന ദിവസങ്ങളിലും FISന്റെ സെല്ലിംഗ് നമ്മൾ കീനായി തന്നെ വാച്ച് ചെയ്യേണ്ടതാണ്. അവർ ബൈയിങ്ങിൽ നിന്നും മാറിയോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. US മാർക്കറ്റിലേക്ക് സാമ്പത്തിക സൂചനകളും വരാനിരിക്കുന്ന പലിശ നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ സൂചനകളും കൂടാതെ ചൈനയുടെ ഉത്തേജക പാക്കേജും കാരണമാണ് ചൊവ്വാഴ്ച US മാർക്കറ്റുകൾ ഉയർന്നതെങ്കിൽ ബുധനാഴ്ച ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.70% ഇടിവിലും S&P 500 0.19% ഇടിവിലും നാസ്ഡാക്ക് 0.04% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ചൊവ്വാഴ്ച ദുർബലമായ ഉപഭോക്തൃ വികാര റിപ്പോർട്ടാണ് തൊഴിൽ വിപണിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തിയത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നലെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. വീണ്ടും പണപ്പെരുപ്പം ആശങ്കയായി ഉയരുമോ എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയർന്നത്. ഇനി നമുക്ക് നവംബറിലെ US റേറ്റ് കട്ടിലേക്ക് വന്നാൽ നവംബർ മീറ്റിംഗിൽ US സെൻട്രൽ ബാങ്ക് 50 ബേസിസ് പോയിന്റ്സ് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ സാധ്യതകൾ ഇപ്പോൾ 57.4% ഉയർന്നു. CME ഫെഡ് വാച്ച് ടൂളിൽ നിന്നുള്ള ഡാറ്റയാണിത്. അടുത്തതായി S&P 500ഉം ടെക് ഹെവി നാസ്ഡാക്കും എന്നിവ ഈ വർഷം ഏകദേശം 20% മുകളിലാണ് ഉയർന്നത്. ഇത് നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും കാരണമാണ് മാർക്കറ്റുകൾ ഇത്ര വലിയ റാലി നടത്തിയത്. ഇനി ഇൻഡെക്സുകളുടെ വാല്യുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ S&P 500 ദീർഘകാല ശരാശരിയേക്കാൾ വളരെ ഉയർന്ന മൂല്യത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി S&P 500ലെ 11-ൽ 9 സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എനർജി സ്റ്റോക്കുകൾ 1.9% ഇടിഞ്ഞു. ടെക് സ്റ്റോക്കുകൾ 0.5% നേട്ടമുണ്ടാക്കി. Nvidia 2.14% നേട്ടമാണ് ഉണ്ടാക്കിയത്. ചൈനയിൽ ഐഫോണിന്റെ സെയിൽസ് ഇടിഞ്ഞതോടെ ആപ്പിൾ 0.52% ഇടിവും ഉണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.09% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.10% നേട്ടത്തിലും HDFC ബാങ്ക് 0.12% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 1% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.05% നേട്ടത്തിലാണ്. S&P 500 0.21% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ചൈനീസ് ഫ്യൂവൽഡ് റാലി അവസാനിച്ചതോടെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിഞ്ഞു. UK മാർക്കറ്റ് FTSE 0.17% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് DAX 0.41% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.50% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.11% ഇടിഞ്ഞത്. ബാങ്കിംഗ് ഇൻഡെക്സ് 0.73% ഇടിവും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് DAX 0.18% നേട്ടത്തിലും CAC 0.16% നേട്ടത്തിലും FTSE 0.16% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി നല്ല ശക്തമായ നിലയിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 26,052 എന്ന നിലയിലാണ്. 62 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ 30 മുതൽ 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓപ്പണിങ്ങിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് കാണുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളായ ജപ്പാൻ മാർക്കറ്റ് 2% മുകളിൽ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. മാത്രമല്ല കോസ്പി മാർക്കറ്റും 2% അരികെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലെ 2 കാരണം കൊണ്ടാണ് ഓയിൽ പ്രൈസുകൾ 2% മുകളിൽ ഇടിയാൻ കാരണമായത്. ഒന്ന്, ചൈനയുടെ ഏറ്റവും പുതിയ ഉത്തേജക പാക്കേജ് ആയിരുന്നു ഒരു കാരണം. രണ്ടാമത്തേത് ലിബിയയിലെ വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ലഘൂകരിച്ചതും മറ്റൊരു കാരണമാണ്. ഇതുകൊണ്ടാണ് ഇന്നലെ എണ്ണവില ഏകദേശം 2% ഇടിയാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.48 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.03% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $69.72 പെർ ബാരൽ എന്ന നിലയിൽ 0.04% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.